ഓരോ വീട്ടുപടിക്കലും നാം സ്ഥിരം കാണുന്ന ചിലരുണ്ട്. ഭക്ഷണമേശയിൽ രുചി നൽകുന്നവർ. കാണാം കടലിന്റെ പെൺമക്കളുടെ അധ്വാനത്തിന്റെ കഥ. ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ട് 35 വർഷം കഴിഞ്ഞ് ഇന്ന് എനിക്ക് 74 വയസ്സായി. കഷ്ടപ്പെട്ട് തന്നെ കഴിയുന്നു. അല്ലാതെ നമുക്ക് മറ്റൊരാൾ ജോലി ചെയ്ത് തരേണ്ട ആൾക്കാരാരുമില്ല. ഏറെ ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ടും രാപ്പകൽ പണിയെടുക്കുന്ന ചിലരുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി സമയം നോക്കാതെ അധ്വാനിക്കുന്നവർ. പ്രായമേറിയവരാണ് ഈ സ്ത്രീകളിൽ പലരും. മീൻ കച്ചവടം തന്നെയാണ് ഇവരുടെ ജീവിതമാർഗം. ഇരുട്ടും ഉച്ചവെയിലും ഇവർക്കൊരു പ്രശ്നമല്ല. അതിരാവിലെ പണിക്കിറങ്ങുന്ന ഇവർ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നേരം ഇരുട്ടിയിട്ടുണ്ടാകും. സുഖ ഉറക്കം ഇവർക്കൊരു സ്വപ്നം മാത്രം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ദുരിതത്തിൽ കൂടെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പിന്നെ വയ്യ, ആശുപത്രിയിൽ മെഡിസിൻ മേടിക്കുന്നതെല്ലാം ഈ വരുമാനം കൊണ്ടാണ്. മിക്കവരുടെയും കുടുംബത്തിലെ ഏക വരുമാനം ഈ കച്ചവടമാണ്. ഇതിലൂടെ തന്നെയായിരുന്നു മക്കളുടെ വിവാഹവും വിദ്യാഭ്യാസവും. ഭർത്താവ് കടലിൽ ഇങ്ങനെ പാലത്തുനിന്ന് ചാടിയാൽ കൈ തെറ്റി ഇവിടെ പൊങ്ങിപ്പോയി കൈ. അതിനുശേഷം ജോലിക്ക് പോകത്തില്ല. നമ്മൾ കൊടുത്താണ് അവരെല്ലാ കാര്യവും നടക്കുന്നത്. നമ്മളിതുകൊണ്ട് തന്നെ മക്കളെ കെട്ടിക്കാനും എല്ലാം ചെയ്തത്. അഭിമുഖങ്ങളിലോ അംഗീകാരങ്ങളിലോ ഉൾപ്പെടാത്തവർ. പക്ഷേ സ്വന്തം കുടുംബത്തിന് തണലേകാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.